Hi everyone, this is me, Casac Benjali. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. എല്ലാ ബിസിനസ്സുകാരോട് ചോദിക്കുമ്പോഴും പല ബിസിനസ്സുകാരും ഇന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ പറയുന്ന വലിയൊരു പരാതിയാണ് ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. കോമ്പറ്റീഷൻ കൊണ്ടൊരു രക്ഷയില്ല, ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റുന്നില്ല, വലിയ കോമ്പറ്റീഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ പറയുന്നത് എങ്ങനെ നമുക്ക് കോമ്പറ്റീഷൻ മാനേജ് ചെയ്യാം, കോമ്പറ്റീഷനിൽ നിന്ന് എങ്ങനെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ബിസിനസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ്സിനെ കോമ്പറ്റീഷനെ എങ്ങനെ അഡ്വാൻറ്റേജ് ആക്കി മാറ്റാം എന്നതിനെ കുറിച്ചാണ്. എങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. കോമ്പറ്റീഷനൊക്കെ അതിജീവിച്ച് ബിസിനസ്സിനെ സക്സസ്ഫുൾ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും. ആദ്യമായിട്ട് പറയാനുള്ളത്, കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ട് ഓഫ് ഗെയിമാണ്, പാർട്ട് ഓഫ് ബിസിനസ് ആണ്. നിങ്ങൾ ഏത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്തൊക്കെ കോമ്പറ്റീഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വളരെ വാല്യൂ ഇന്നോവേഷനോട് കൂടിയിട്ട് ഒരു ബിസിനസ് ഐഡിയ കൊണ്ടുവരുന്നു, ഒരു ബ്ലൂ ഓഷൻ സ്ട്രാറ്റജിയിൽ തന്നെയാണ് നിങ്ങളൊരു ബിസിനസ്സിലേക്ക് പുതിയൊരു ഐഡിയ, എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയൊരു ഐഡിയയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ശരി, വിത്തിൻ 2 years യു വിൽ ഹാവ് മെനി പ്ലേയേഴ്സ് ഇൻ ദ സെയിം കോമ്പറ്റേറ്റീവ് ഫീൽഡ് അല്ലേ. ഒരു 2 വർഷത്തിനകം നമുക്ക് അതിനകത്ത് ധാരാളം കോമ്പറ്റീഷൻസിനെ കാണാൻ പറ്റും. അപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രോ ചെയ്യുന്ന ഒരു മാർക്കറ്റിന്റെ സ്വഭാവമാണ്. എസ്പെഷ്യലി ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജിയൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഡ്രമാറ്റിക്കലായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട സംഭവിച്ചാൽ കോമ്പറ്റീഷൻ ഉണ്ടാകും. കോമ്പറ്റീഷൻ ഇല്ലാതിരിക്കില്ല. നിങ്ങൾ ഏതൊരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലും ശരി, നിങ്ങൾ റെസ്റ്റോറൻറ്റ് ബിസിനസ് ആണ് തുടങ്ങുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്ന് നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് വേറെ റെസ്റ്റോറൻറ്റ് ഒന്നും അവിടെ ഇല്ല, ശരിയാണ്. പക്ഷേ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റുകൾ വരും. കോമ്പറ്റീഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഡോണ്ട് ഹേറ്റ് കോമ്പറ്റീഷൻ ആൻഡ് ലേൺ ഹൗ ടു ഡീൽ ദ കോമ്പറ്റീഷൻ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. നിങ്ങൾ മാർക്കറ്റിൽ ഇപ്പം ഒരു ബിസിനസ് ലീഡർ ആണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഏതൊരു ബിസിനസ് ആണ്, റെസ്റ്റോറൻറ്റ് ആവട്ടെ, ടെക്സ്റ്റൈൽ ബിസിനസ് ആവട്ടെ, ജ്വല്ലറി ബിസിനസ് ആവട്ടെ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന, നിങ്ങൾ കച്ചവടം ചെയ്യുന്ന മേഖലയിൽ നിങ്ങൾ ലീഡറാണ്. പക്ഷെ നാളെ ഇതായിക്കൊള്ളണമെന്നില്ല. നിങ്ങളെക്കാളും നല്ല ഇന്നോവേറ്റീവ് ആയിട്ട്, നിങ്ങളെക്കാളും നല്ലൊരു ഐഡിയയോട് കൂടി, നിങ്ങളെക്കാളും നല്ലൊരു ഇന്റീരിയർ ഫെസിലിറ്റിയോട് കൂടിയിട്ട്, നിങ്ങളെക്കാളും നല്ലൊരു കസ്റ്റമർ സർവീസോട് കൂടി ഒരാൾ വന്നു കഴിഞ്ഞാൽ യു ഹാവ് എ ബിഗ് കോമ്പറ്റീറ്റർ. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്രയും വലിയ കോമ്പറ്റീറ്റർ അപ്പുറത്ത് വരും. ഇതൊരു നോർമൽ സിനാരിയാണ്. അപ്പോൾ കോമ്പറ്റീഷൻ എപ്പോഴും നമ്മൾ ഒരു ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയുള്ള അവസരം തരുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. യു ഹാവ് ടു കീപ് ഇംപ്രൂവ് യുവർ സെൽഫ് ടു മേക്ക് കോമ്പറ്റീഷൻ ആസ് ആൻ അഡ്വാൻറ്റേജ്. ഓക്കെ, പിന്നെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാത്രം കോമ്പറ്റീഷൻ അല്ലല്ലോ, ഏതൊരു മേഖലയിലും കോമ്പറ്റീഷൻ ഉണ്ട് തന്നെ. നമ്പർ 1, കോമ്പറ്റീഷനെ മാനേജ് ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, കീപ് യുവർ ഫ്രണ്ട്സ് ക്ലോസ് ആൻഡ് കീപ് യുവർ കോമ്പറ്റീറ്റർ ക്ലോസ്. അതായത് നമ്മൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെ എപ്പോഴും കൂടെ നിർത്താറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെയും ക്ലോസ് ആയിട്ട് നിർത്തണം. ക്ലോസ് ആയിട്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്ററുടെ അടുത്തേക്ക് കമ്പനി അടിക്കാൻ ചെല്ലണമെന്നല്ല, എല്ലാ കോമ്പറ്റീറ്റേഴ്സും അതിന് നിന്ന് തരാറില്ല. പക്ഷെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം, ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. നിങ്ങൾ ഏത് ബിസിനസ് ആണ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നു, റെസ്റ്റോറൻറ്റ് ബിസിനസ് ചെയ്യുന്നു, നിങ്ങളുടെ കോമ്പറ്റീറ്റർ കുറെ കൂടെ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നു, നിങ്ങളെക്കാളും നന്നായിട്ട് വോളിയം അവർ ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കാളും നല്ല കസ്റ്റമേഴ്സിന്റെ ഫ്ലോ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെ നിങ്ങളുടെ കോമ്പറ്റീറ്റർ ശരിക്ക് അനലൈസ് ചെയ്യണം. അയാളെ കുറ്റം പറഞ്ഞിട്ട് അവൻ്റെ ഫുഡ് കൊള്ളാം, എന്നിട്ട് അവിടെ ആൾ പോകുന്നുണ്ട്, അവൻ അങ്ങനെയാണ്, എൻ്റെ അപ്പുറത്ത് കടയിട്ടാണ് എന്നെ നശിപ്പിക്കാൻ തുടങ്ങിയതാണ്, ഇങ്ങനെയൊന്നും പരാതി പറഞ്ഞിരിക്കല്ല ബൈ. അവൻ്റെ കയ്യിൽ കാശുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അപ്പുറത്ത് ബിൽഡിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ അപ്പുറത്ത് കടയിടും, നിങ്ങളെ കസ്റ്റമേഴ്സിനെ കൊണ്ടുപോകും ചെയ്യും. നിങ്ങളുടെ കസ്റ്റമേഴ്സ് അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ കുഴപ്പമല്ല, നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങളടുത്ത് കിട്ടാത്തതിനേക്കാളും നല്ല ഫുഡോ നല്ല സർവീസോ നല്ല എക്സ്പീരിയൻസോ അപ്പുറത്ത് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് പരാതി പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ക്ലോസ്ലി വാച്ച് യുവർ കോമ്പറ്റീറ്റർ. എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് അവന് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്നത്, എന്തുകൊണ്ടാണ് കിട്ടുന്നത്, എന്താണ് അഡീഷണലി കൊടുക്കുന്നത്. ഞാൻ എൻ്റെ കോമ്പറ്റീറ്റേഴ്സിന് എല്ലാവരും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ബിസിനസ് സെഗ്മെന്റിൽ അത്യാവശ്യം കോമ്പറ്റീറ്റേഴ്സിന്, ഞാൻ ഏതൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ടോ ആ ബിസിനസ്സിലെ എല്ലാവരുടെയും കോമ്പറ്റീറ്റേഴ്സിന് ഞാൻ അനലൈസ് ചെയ്യാറുണ്ട്. കാരണം അവരെങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കുന്നത്, അവർ ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്ന് മനസ്സിലാക്കാനും അവരുടെ സ്ട്രാറ്റജീസ് മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കോമ്പറ്റീറ്റേഴ്സിന് വാച്ച് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ ക്ലോസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യുക. അവർ ചെയ്യുന്നത് പഠിക്കുക. ഏത് രീതിയിലാണ് അവർ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കുന്നത്, ഏത് രീതിയിലാണ് അവർ സെർവ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്നതെന്നെല്ലാം ഒന്ന് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇനി രണ്ടാമത്താണ് ഞാൻ പറയാൻ പോകുന്നത്, കോമ്പറ്റീറ്റർ നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. സ്റ്റഡി യുവർ കോമ്പറ്റീറ്റർ ബട്ട് ഡോണ്ട് ഫോക്കസ് ഓൺ ദം. ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ പോയിന്റ് ഞാൻ പറഞ്ഞു, കോമ്പറ്റീറ്റർ നിങ്ങൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം, ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം, പക്ഷെ ഫോക്കസ് ചെയ്യരുതെന്നും പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ്, കോമ്പറ്റീറ്റർ നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. അതായത് നിങ്ങളുടെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് കോമ്പറ്റീറ്റർ എങ്ങനെ കസ്റ്റമേഴ്സിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നു, എന്നെക്കാളും കൂടുതൽ കോമ്പറ്റീറ്റർ എങ്ങനെ കിട്ടുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. പക്ഷേ കോമ്പറ്റീറ്റർ ചെയ്യുന്നത് പോലെ ചെയ്യാനല്ല ഇതിനു വേണ്ടി നിങ്ങൾ ഇറങ്ങുന്നത്. മറിച്ച് കോമ്പറ്റീറ്റർ ചെയ്യുന്നതിനേക്കാളും മികച്ച രീതിയിൽ, കോമ്പറ്റീറ്റർ കൊടുക്കുന്നതിനേക്കാളും വാല്യൂ ഇന്നോവേഷൻ, കോമ്പറ്റീറ്റർ കൊടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതിനും അപ്പുറത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫോക്കസ് ആയിരിക്കേണ്ടത്, കോമ്പറ്റീറ്ററുടെ അല്ല. സ്റ്റഡി യുവർ കോമ്പറ്റീറ്റർ
ബട്ട് ഡോണ്ട് ഫോക്കസ് ഓൺ യുവർ കോമ്പറ്റീറ്റർ. കോമ്പറ്റീറ്റർ ചെയ്യുന്ന അവിടെ 2 ടേബിൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ 2 ടേബിൾ കൂടുതൽ ഇടുന്നു. അതല്ല, ഇറ്റ്സ് നോട്ട് ദ ഗെയിം. കോമ്പറ്റീറ്ററെ പഠിക്കുക, അയാളുടെ നല്ലതുണ്ടെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യുക, അയാൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും വാല്യൂ അഡീഷൻ കൊണ്ടുവന്നുകൊണ്ട് മാർക്കറ്റിൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എടുക്കുക. ഇതാണ് കോമ്പറ്റീഷൻ മാനേജ് ചെയ്യാനുള്ള സൂത്രം എന്ന് പറയുന്നത്. അല്ലാതെ കോമ്പറ്റീറ്ററെ കുറ്റം പറഞ്ഞുകൊണ്ടും അയാൾ എൻ്റെ കസ്റ്റമേഴ്സിനെ മുഴുവൻ കൊണ്ടുപോയി എന്നെ നശിപ്പിക്കാൻ വേണ്ടി അവനവിടെ കട തുറന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പരാതി പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ദിസ് ഈസ് ബിസിനസ് ആൻഡ് ദിസ് ബിസിനസ് കോൾഡ് എ വാർ ഫീൽഡ്. ബിസിനസ് എന്ന് പറയുന്നത് റിയലി ഒരു യുദ്ധഭൂമി തന്നെയാണ്. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് ലാൻഡിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ യുദ്ധം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. കൂടുതൽ കസ്റ്റമർ ആരാണോ അവനാണ് വിജയിക്കുക, കൂടുതൽ ലാൻഡ് ആരാണോ അയാളാണ് വിജയിക്കുക. ദാറ്റ്സ് ഓൾ. ഇനി 3ാമത്തെ പോയിന്റ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പല ആളുകളും കോമ്പറ്റീഷൻ അതിജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് ഷോർട്ട് ടൈം പ്ലാനിങ്ങുമായിട്ട് ഇറങ്ങുക എന്ന് പറയുന്നത്. അത് അവർ വളരെ ചെറിയ കാലത്തേക്ക് ചിന്തിക്കുകയും ഷോർട്ട് ടൈം ഗോൾ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതിനാദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് കട്ട് ബിസിനസ് ആണ്. നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. നല്ല കോമ്പറ്റീഷൻ നേരിടുന്ന സെഗ്മെന്റിൽ ആദ്യം ചെയ്യുന്ന മാർക്കറ്റ് കൂടുതൽ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്ന ഒരു മെത്തേഡാണ് നന്നായിട്ട് പ്രൈസ് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുവരിക. നിങ്ങളെ കോമ്പറ്റീറ്റർ, നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത്. ആദ്യമായിട്ട് പറയുന്നു, കോമ്പറ്റീഷനെ താൽക്കാലികമായിട്ട് മറികടക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു കാരണവശാലും മാർജിൻ കുറച്ചുകൊണ്ടുള്ള ബിസിനസ് ചെയ്യരുത്. മാർജിൻ കുറച്ചുകൊണ്ടുള്ള ബിസിനസ് നിങ്ങൾ ചെയ്യരുത്, ടെമ്പററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. ഒന്ന്, ഇനി നിങ്ങളുടെ കോമ്പറ്റീറ്റർ നിങ്ങൾ കസ്റ്റമറെ പിടിക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് കട്ട് ചെയ്തുകൊണ്ട് വലിയ ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് മാർജിൻ പോലും എടുക്കാത്ത രീതിയിൽ ഡിസ്കൗണ്ട് കട്ട് ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? അത് ഫോളോ ചെയ്യണോ? അതിനുവേണ്ടി നിങ്ങളുടെ പ്രൈസ് കുറയ്ക്കണോ? നോ മൈ ഡിയർ. ഒരിക്കലും തന്നെ ഷോർട്ട് ടൈം ട്രാപ്പിൽ വീഴരുത്. നിങ്ങളെ കോമ്പറ്റീറ്റർ ഒരുക്കുന്ന ഷോർട്ട് ടൈം ട്രാപ്പിൽ നിങ്ങൾ വീഴരുത്. നിങ്ങൾ കോമ്പറ്റീറ്റർ പ്രൈസ് കട്ട് ചെയ്തോ ഇല്ലേ എന്നുള്ളത് നിങ്ങളെ ബോധർ ചെയ്യുന്ന വിഷയമില്ല. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ മാർജിൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ വാല്യൂ പ്രൊപ്പോർഷൻ കൂട്ടണം. കസ്റ്റമർക്ക് അവിടെ കിട്ടുന്നതിനേക്കാളും മികച്ച കോമ്പറ്റീറ്റർ നന്നായിട്ട് പ്രൈസ് കുറച്ചിട്ടുണ്ട്, ശരിയാണ്, എല്ലാം ശരിയാണ്. ചീപ്പ് കസ്റ്റമർ അങ്ങോട്ടേ പോവുള്ളൂ. അതായത് 1 രൂപ എവിടെ കുറഞ്ഞ് കിട്ടുന്നു എന്ന് പറയുന്ന കസ്റ്റമേഴ്സിന് പല സെഗ്മെന്റും ഉണ്ട്. നമ്മളത് വേറെ വീഡിയോയിൽ പറയും. കസ്റ്റമേഴ്സിൽ പല സെഗ്മെന്റും ഉണ്ട്. 1 രൂപയെങ്കിലും കുറച്ച് കിട്ടുന്നു എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് അവർ അങ്ങോട്ട് പൊക്കോളും, നോ പ്രോബ്ലം. അവർ പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രീമിയം കസ്റ്റമേഴ്സും ആവറേജ് കസ്റ്റമേഴ്സിനും നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഗിവ് സം ബെറ്റർ എക്സ്പീരിയൻസ്. മാർജിന് കട്ട് ചെയ്ത് അവിടെ കൊടുക്കുന്നതിനേക്കാൾ മികച്ച കസ്റ്റമർ ഫീലും കസ്റ്റമർ എക്സ്പീരിയൻസും നിങ്ങൾ കൊടുക്കുക. കസ്റ്റമർക്ക് എങ്ങനെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാം, അവർ തരുന്ന പ്രോഡക്റ്റിന് നിങ്ങളുടെ മാർജിൻ എടുത്തുകൊണ്ട് തന്നെ എങ്ങനെ കൂടുതൽ വാല്യൂ, കൂടുതൽ ഫീൽ അല്ലെങ്കിൽ കൂടുതൽ ഒരു വാല്യൂ പ്രൊപ്പോർഷൻ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചായിരിക്കണം നിങ്ങളുടെ ചിന്ത. മാർജിൻ കട്ട് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ്സിന് അധികകാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ഏതൊരു ബിസിനസ്സിനെയും റൺ ചെയ്യുന്നതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റിൽ നിന്ന് വലിയൊരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ലോങ് റണ്ണിൽ നിങ്ങൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓവർ ഹെഡ്, നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റുകൾ ഒന്നും മാനേജ് ചെയ്യാൻ കഴിയില്ല. ലോങ് റണ്ണിൽ യു ആർ ലൂസിങ് യുവർ ബിസിനസ്. അതുകൊണ്ട് തന്നെ മാർജിൻ കുറച്ചുകൊണ്ടുള്ള താൽക്കാലിക ഉടായ്പ കളികൾ കുറച്ച് കഴിഞ്ഞ് അവർ നിർത്തിക്കൊള്ളും. നിങ്ങൾ പേടിക്കണ്ട, അപ്പോഴും നിങ്ങളുടെ ബിസിനസ് അവിടെ തന്നെ ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് വാല്യൂ കൂട്ടുക. കസ്റ്റമർക്ക് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വേറെ ഒരാളുടെ അടുത്തേക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ കസ്റ്റമറെ തൃപ്തിപ്പെടുത്തുക. അതായത് കസ്റ്റമറെ ഹാപ്പി ആക്കുന്നതല്ല ഇന്നത്തെ കാലത്ത് വേണ്ടത്, കസ്റ്റമറെ ഡിലൈറ്റ് ചെയ്യുന്ന രീതിയിൽ മാർജിൻ എടുത്തുകൊണ്ട് തന്നെ മേക്ക് യുവർ കസ്റ്റമർ ഡിലൈറ്റ്ഫുൾ. നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞ് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ബിസിനസ് ഒന്നുകിൽ പൂട്ടിപ്പോവും അല്ലെങ്കിൽ മാർജിൻ ഉയർത്തും. പക്ഷെ അപ്പോഴും നിങ്ങളുടെ വാല്യൂവിൽ നിങ്ങൾ വ്യത്യാസം വരുത്തുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഉണ്ടാകും. സോ ഷോർട്ട് ടൈം അല്ല നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്, ലോങ് ടൈമിലേക്ക്. ഒരു ലോങ് ടൈമിൽ ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ, ലോങ് ടൈമിൽ പോകണമെങ്കിൽ നമുക്കൊരു സ്ഥിരം കസ്റ്റമേഴ്സ് വേണം. കസ്റ്റമറുടെ വാല്യൂ പ്രൊപ്പോർഷൻ കൂട്ടണം. നമുക്ക് പ്രോഫിറ്റും വേണം. പ്രോഫിറ്റ് വേണമെങ്കിൽ മാർജിൻ കട്ട് ഗെയിമിലേക്ക് നിൽക്കണ്ട. അമിതമായിട്ടുള്ള മാർജിൻ കട്ട് നമ്മളെ തകർക്കും. ഈ കസ്റ്റമറെ ഹാപ്പി ആക്കാനും പറ്റില്ല. മാർജിൻ എടുത്തുകൊണ്ട് തന്നെ കസ്റ്റമറെ ഡിലൈറ്റ്ഫുൾ ആക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് യുവർ കസ്റ്റമർ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് 4ാമത്തെ പോയിന്റാണ്. ഇനി നല്ല കോമ്പറ്റീഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളുടെ മാർക്കറ്റിനകത്ത് നല്ല കോമ്പറ്റീഷൻ ഉണ്ട്, നല്ല കോമ്പറ്റീഷനാണ്. ഈ കോമ്പറ്റീഷനിൽ നിന്ന് പ്രോഫിറ്റ് എടുത്തൂടെ? അത് ടേക്ക് പ്രോഫിറ്റ് ഫ്രം ദ കോമ്പറ്റീഷൻ. അതാണ് 4ാമത്തെ പോയിന്റ്. നല്ല കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും? ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനാണ്, ഇത് എല്ലാ ബിസിനസ്സിനും അപ്ലൈ ചെയ്യാൻ കേട്ടോ. മൊബൈൽ ഫോൺ, ടെക്സ്റ്റൈൽസ്, അങ്ങനെ കോമ്പറ്റീറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഏതൊരു ബിസിനസ്സിനും അപ്ലൈ ചെയ്യും. നിങ്ങളുടെ സെയിം പ്ലേയേഴ്സിനോട്, കോമ്പറ്റീറ്റീവ് പ്ലേയേഴ്സുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ടൈപ്പ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കോമ്പറ്റീറ്ററുടെ അടുത്തും, ഇപ്പോൾ റെസ്റ്റോറൻറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു കോമ്പറ്റീറ്ററുടെ അടുത്ത് ഏറ്റവും നന്നായിട്ട് വിറ്റ് പോകുന്നത് അവിടുത്തെ ബിരിയാണി, നല്ല സൂപ്പർ ബിരിയാണിയാണ് അവിടുത്തെ. വേറൊരാളുടെ അത് ഏറ്റവും നന്നായിട്ട് വിറ്റ് പോകുന്നത് പൊറോട്ടയും ബീഫും ആയിരിക്കും. വേറൊരാളുടെ ഏറ്റവും നന്നായിട്ട് വിറ്റ് പോകുന്നത് വേറെ ഏതെങ്കിലും വിഭവമായിരിക്കും. ഒരാളുടെ ഇഡ്ഡലിയും ദോശയാണ് ഏറ്റവും നന്നായിട്ട് വിറ്റ് പോകുന്നത്. ഡിഫറൻ്റ് ആണ്. അവിടെയൊക്കെ ഇഡ്ഡലിയും ദോശയും പ്രിഫർ ചെയ്യുന്ന ആളുകൾ അങ്ങോട്ട് വരുന്നു, പൊറോട്ട ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഈ രീതിയിൽ ഏറ്റവും നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ
എന്തുകൊണ്ട് നിങ്ങൾക്ക് പരസ്പരം ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നതിനെ എല്ലാവരുടെയും വിജയത്തിന്റെ ഒരു മാനദണ്ഡമാക്കി വെച്ചുകൂടാ, എല്ലാവരുടെയും അഡ്വാൻറ്റേജ് ആക്കി വെച്ചുകൂടാ? ഫോർ എക്സാമ്പിൾ, ബിരിയാണി ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുന്ന ആള് ബിരിയാണി മാത്രം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ബിരിയാണിയും അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ മാത്രം ഉണ്ടാക്കിയിട്ട് ബാക്കി എല്ലാ കോമ്പറ്റീറ്റേഴ്സിനും മാർജിനൽ പ്രൈസിൽ തന്നെ ബിരിയാണി സെർവ് ചെയ്യുന്നത്. അപ്പം എല്ലായിടത്തും ബിരിയാണി സെയിം ടേസ്റ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ബിരിയാണി അവൈലബിൾ ആയിരിക്കും. ദോശ നന്നായിട്ട് ഉണ്ടാക്കുന്ന ആള് എല്ലാ റെസ്റ്റോറൻറ്റുകൾക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അയാൾ ദോശ മാത്രം ഉണ്ടാക്കുന്നു, നല്ല രീതിയിൽ ദോശ ഉണ്ടാക്കുന്നു, ദോശ ഉണ്ടാക്കിയിട്ട് എല്ലാ കോമ്പറ്റീറ്റേഴ്സിനും കൊടുക്കുന്നു. എല്ലാ കോമ്പറ്റീറ്റേഴ്സിനും അവരുടെ കസ്റ്റമറെ ഹാപ്പി ആക്കാനുള്ള ദോശ കിട്ടുകയും ചെയ്യും. ദോശ മാത്രം ഉണ്ടാക്കുന്ന ആളിന് വളരെ വോള്യം, അതിൽ മാർജിൻ ഇട്ടുകൊണ്ട് തന്നെ നല്ലൊരു മാർജിനിൽ വോള്യം കിട്ടുകയും അയാളും പ്രോഫിറ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ബീഫും പൊറോട്ടയും ഉണ്ടാക്കുന്ന ആൾ, അയാൾ ഈ എല്ലാ റെസ്റ്റോറൻറ്റുകൾക്കും കൊടുക്കാൻ പറ്റുന്ന അത്രയും ബീഫും പൊറോട്ടയും അദ്ദേഹം നന്നായിട്ട് ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, നന്നായിട്ട് ഉണ്ടാക്കി ബാക്കിയുള്ളവർ സപ്ലൈയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമേഴ്സിനും മാക്സിമം ഹാപ്പി ആക്കാനും പറ്റും. എല്ലാവരുടെ ബിസിനസ്സിനെയും ഒരു ഒപ്റ്റിമം ലെവലിൽ വോള്യം കൂട്ടാനും കഴിയും. ഇതിന് നിങ്ങളും ഒന്ന് പ്ലാൻ ചെയ്ത് ഈ കോമ്പറ്റീഷൻ മാർക്കറ്റിൽ എല്ലാവരും കൂടെ സംസാരിച്ച് ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ യു ക്യാൻ ടേക്ക് ഇറ്റ് അഡ്വാൻറ്റേജ് ഫ്രം ദ കോമ്പറ്റീഷൻ. ഇതുപോലെ കോമ്പറ്റീഷനെ ഭയപ്പെട്ട് നിന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കോമ്പറ്റീഷനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പഠിക്കണം, കോമ്പറ്റീഷനെ അഡ്വാൻറ്റേജ് ആക്കി എടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ കോമ്പറ്റീഷനിൽ നിന്ന് കൂടുതൽ പ്രോഫിറ്റ് എടുക്കുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാല്യൂ ഇന്നോവേഷനാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമർക്ക് എങ്ങനെ കൂടുതൽ വാല്യൂ കൊടുക്കാം, അതുവഴി നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എടുക്കും. കോമ്പറ്റീഷൻ അപ്പുറത്തേക്ക് ചാടിക്കിടക്കാം. ബ്ലൂ ഓഷൻ എന്ന് പറയും. ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി എത്തണമെങ്കിൽ കോമ്പറ്റീഷന് പുറത്തേക്ക് കടക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. കുറച്ചു കാലം നിങ്ങൾക്ക് ബ്ലൂ ഓഷൻ റൺ ചെയ്ത് അവിടെയും കോമ്പറ്റീഷൻ വരും. അതിനു മുമ്പ് അടുത്ത ബ്ലൂ ഓഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് കൂടുതൽ ബിസിനസ് വീഡിയോസ്, കൂടുതൽ ബിസിനസിനെ കുറിച്ചൊക്കെ അറിയണം, നിങ്ങളുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യണം, ഒരു ലോസ് മേക്കിംഗ് കമ്പനി ആണെങ്കിൽ അതിനൊരു പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയാക്കി ബിസിനസ്സാക്കി മാറ്റണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഓൺട്രപ്രണേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രോഗ്രാമാണ് ബിസിനസ് ബൂം എന്ന് പറയുന്നത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ഓൺട്രപ്രണറിയൽ പ്രോഗ്രാമാണ്. ബിസിനസ്സുകാരെ സക്സസ്ഫുൾ ആക്കാൻ സഹായിക്കുന്ന എല്ലാം അടങ്ങുന്നൊരു പ്രോഗ്രാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങൾക്ക് അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും തരും. അതുപോലെ തന്നെ ലൈഫ് ചേഞ്ച് ചെയ്യണം, ലൈഫിൽ സക്സസ്ഫുൾ ആകണം, മൈൻഡിനെ റിഫ്രഷ് ചെയ്യണം, വളരെ സ്പിരിച്വലായിട്ട് ഗ്രോ ചെയ്യണം, ബിസിനസ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം തുടങ്ങിയ പല രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത് ഒത്തിരി പ്രോഡക്റ്റുകളുണ്ട്. സെൽഫ് മാസ്റ്ററി എന്ന് പറയുന്ന പ്രോഡക്റ്റ്, സെൽഫ് മാസ്റ്ററി എലൈറ്റ് എന്ന് പറയുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പ്രോഗ്രാം, സക്സസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സക്സസ് സ്ട്രാറ്റജി പ്രോഗ്രാം, അതുപോലെ തന്നെ സ്പിരിച്വലായിട്ട് നമ്മളുടെ പവർ കൂട്ടി നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ സ്പിരിച്വൽ പ്രോഗ്രാമുകളുണ്ട്. പിന്നെ ബിസിനസ്സുകാർക്ക് വേണ്ടി ബിസിനസ് മൈൻഡ് സെറ്റ് ആൻഡ് ലീഡർഷിപ്പ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ക്രൂയിസ് ഷിപ്പിൽ സിംഗപ്പൂരിലേക്കും ദുബായിലേക്കും ഒക്കെ യാത്ര ചെയ്യുന്നതുകൊണ്ട്, കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ട് തന്നെയുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കാനും കടത്തിൻ്റെ ഫിനാൻഷ്യൽ ഹാബിറ്റ് ഇല്ലാതാക്കി ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെയും റിച്ച്നെസ്സിൻ്റെയും ഹാബിറ്റുകൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന പ്രോഗ്രാമായിട്ടുള്ള മില്ലിനിയർ മൈൻഡ് സെറ്റ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമുകൾ ഓൺലൈൻ സെൽഫ് മാസ്റ്ററി, ഈ പ്രോഗ്രാമുകളെല്ലാം ഓൺലൈനിലും അവൈലബിൾ ആണ്. ഓൺലൈൻ സെൽഫ് മാസ്റ്ററി, ഓൺലൈൻ സക്സസ് എഞ്ചിനീയറിംഗ്, ഓൺലൈൻ മില്ലിനിയർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഏത് പ്രോഗ്രാമാണ് വേണ്ടത്? ഇനി ഇതൊന്നുമല്ല നിങ്ങളുടെ പ്രശ്നം, ബിസിനസ് മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ ഓഫീസ് മീറ്റിങ്ങുകളിൽ പൊളിറ്റിക്കലായിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിലൊക്കെ സംസാരിക്കാൻ കഴിയുന്നില്ല, പ്രസംഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള പ്രോഡക്റ്റ് ഞങ്ങളതിൽ അവൈലബിൾ. 2 ദിവസം നീണ്ടു നിൽക്കുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള പേടി പൂർണ്ണമായിട്ട് മാറ്റുന്ന പ്രോഗ്രാമാണ് പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്. അതിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായിട്ടുള്ള സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കരുത് ഷെയർ ചെയ്യാൻ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.